ഏറ്റവും ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ ബഹുമാനായ മാണി സാർ, പ്രിയപ്പെട്ട ലണ്ടൻ റീജിയൻ്റെ പ്രസിഡന്റ് സോജി ടി മാത്യു, പ്രിയപ്പെട്ട ജിജോ മുക്കാട്ടിൽ, CA ജോസഫ്, ജിജോ അരയത്ത്, അഡ്വക്കേറ്റ് ജോബി പുതുക്കുളങ്ങര, പ്രിയ നേതാക്കളെ, സുഹൃത്തുക്കളെ, 1964 ഒക്ടോബർ മാസം 9-ാം തീയതി കോട്ടയത്തെ തിരുനക്കര മൈതാനത്ത് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ നിറവറയും നിലവിളക്കും കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അന്ന് അദ്ദേഹം നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. ഞാൻ ഈ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എന്ന് പേര് നൽകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ട് ഈ പാർട്ടിക്കായിരിക്കും. എൻ്റെ മാത്രമല്ല, എൻ്റെ ഭാര്യയുടെ വോട്ടും ഈ പാർട്ടിക്കായിരിക്കും. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മാത്രമല്ല, എൻ്റെ സമുദായത്തിൻ്റെ വോട്ടും ഈ പാർട്ടിക്കായിരിക്കും. ഞാൻ ഈ ആകാശത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭസിലേക്ക് അഴിച്ചു വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭസും കടന്ന് 7 കടലും കടന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് വരെ എത്തി നിൽക്കുകയാണ്. തൻ്റെ ജീവിതം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട്, തൻ്റെ ജീവിതം ഈ പാർട്ടിയാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിലെ അധ്വാനിക്കുന്ന കർഷകൻ്റെയും കർഷക തൊഴിലാളിയുടെയും നാനാജാതി വിധത്തിലുള്ള ജനങ്ങളുടെയും സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി വ്യാപകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് ചോരയും നീരും നൽകി ശ്വാസം നൽകി നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ പാർട്ടിയുടെ ലീഡർ ആരാധനായ മാണി സാറിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരള വിദ്യാർത്ഥി കോൺഗ്രസിലൂടെയും യൂത്ത് ഫണ്ടിലൂടെയും ഒക്കെ പ്രവർത്തിച്ചു നടന്ന കാലത്ത് കേരള യാത്രയിലും കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെയും യൂത്ത് ഫണ്ടിൻ്റെയും ഒക്കെ സമരമുഖങ്ങളിലൊക്കെ ഞങ്ങൾ പോരാടിക്കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, ജീവിതത്തിൻ്റെ ജോലി തിരക്ക് മൂലം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ, ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധം ഇല്ലാതായി പോകുമോ എന്ന് വിചാരിച്ചിരുന്ന കാലത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മുൻപ് കേരളത്തിൽ ഒപ്പം പ്രവർത്തിച്ചിരുന്നവർ പലരും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബഹുമാനായ നമ്മുടെ MP പ്രിയപ്പെട്ട ജോസ് കെ മാണിയുടെ നിർദ്ദേശപ്രകാരം പ്രവാസി കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുന്നത് ഇവിടെ സന്ദർശനം നടത്തിയ ബഹുമാന്യനായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ ശ്രീ തോമസ് ചാഴികാടൻ ഏതാണ്ട് 3-4 വർഷം മുമ്പ് ഇവിടെ എത്തിയപ്പോൾ മാഞ്ചസ്റ്ററിൽ ഞങ്ങൾ ആദ്യമായി ഒരു ചെറിയ യൂണിറ്റ് രൂപീകരിച്ചു. പിന്നീട് UK-യുടെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾ നമ്മുടെ അനുഭവമുള്ള ആളുകൾ ചേർന്ന് രൂപീകരിച്ചു. നമുക്കറിയാം, ജോലി തിരക്കുണ്ട്, പാർട്ടി പ്രവർത്തനമെന്ന് എല്ലാ ദിവസവും നടത്തുവാൻ കഴിയില്ല. എങ്കിൽ പോലും UK-യിൽ ആദ്യമായി രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രവാസി രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവാസി കേരള കോൺഗ്രസ് ആണ് എന്ന അഭിമാനപൂർവ്വം പറയുവാൻ കഴിയും. അതുമാത്രമല്ല, UK-യിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പ്രവാസി രാഷ്ട്രീയ പ്രസ്ഥാനവും പ്രവാസി കേരള കോൺഗ്രസ് തന്നെയാണ്. ഇന്ന് ഈ ലണ്ടൻ്റെ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് മാത്രം ഇത്രയധികം ആളുകൾ ഇവിടെ തഴിച്ചുകൂടിയെങ്കിൽ കൂടുതൽ ജനവാസമുള്ള ബർമിംഗ്ഹാമിലും മാഞ്ചസ്റ്ററിലോ ലെസ്റ്ററിലോ അല്ലെങ്കിൽ ലിവർപൂളിലോ സ്കോട്ട്ലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിലോ ഒക്കെ വെച്ച് നമ്മൾ നടത്തിയ യോഗങ്ങളിലും ഇതുപോലെ ആളുകൾ കൂടിയിരുന്നു. നമുക്കറിയാം, മാണി സാറിൻ്റെ സന്ദർശനം പെട്ടെന്നുണ്ടായതാണ്. ദിവസങ്ങൾ, നമ്മുടെ പരിപാടിയുടെ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു. എങ്കിലും ഇത്രയും പേരെ ഇവിടെ വളരെ മനോഹരമായി ഒരുമിച്ച് കൂട്ടിയ പ്രിയപ്പെട്ട ലണ്ടൻ റീജിയൻ്റെ പ്രസിഡന്റ് സോജി ടി മാത്യുവിനും അംഗങ്ങൾക്കും പ്രത്യേകമായ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഒരു കാര്യം മാത്രം അധികം ദീർഘിപ്പിക്കുന്നില്ല. മാണി സാർ രാവിലെ 5 മണിക്ക് ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ളതാണ്. നമുക്ക് പരിപാടികൾ പെട്ടെന്ന് അവസാനിപ്പിക്കണം. സാറിന് ഒരുപക്ഷെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ നടന്ന സാറിൻ്റെ ഐതിഹാസികമായ അധ്വാനവർഗ സിദ്ധാന്ത അവതരണത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മോടൊപ്പം ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങളാണ് എന്നുള്ള കാര്യം സാറ് കഴിഞ്ഞ 3 ദിവസങ്ങളായി സാർ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മളെപ്പോഴും എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കുന്നു, നമ്മുടെ പരിപാടി എന്നാണ്, നമ്മുടെ പരിപാടി എപ്പോഴാണ് വെക്കുക, ആ പരിപാടി കഴിഞ്ഞ് മതി മറ്റു പരിപാടികൾ. ലണ്ടൻ പാർലമെൻറ്റിലെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ പ്രവാസി കേരള കോൺഗ്രസിൻ്റെ പരിപാടിയാണ്. എനിക്ക് എല്ലാവരെയും കാണണം, എല്ലാ യൂണിറ്റ് പ്രസിഡന്റുമാരെയും കാണണം, നമ്മുടെ പരിപാടികൾ ക്രോഡീകരിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ആവേശത്തോട് ആഹ്ലാദപൂർവ്വം എനിക്കറിയാം 4 ദിവസമായി സാറ് വന്നിട്ട് ഇതുവരെ സാറിൻ്റെ കുടുംബാംഗം കുട്ടിയമ്മച്ച് എഴുതിയുണ്ട്, മക്കളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അവരോടൊപ്പം ഒന്ന് പുറത്തു പോകുവാനോ സമയം ചെലവഴിക്കാനോ ഒന്നും സാറിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാവാം ഈ പാർട്ടി ഇന്നും കേരളത്തിലെ ജനലക്ഷങ്ങളുടെ മനസ്സിൽ ഇത്രയധികം പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യം നിസ്സംശയം പറയുവാൻ കഴിയും. ഒരു കാര്യം കൂടെ മാത്രം പറയുന്നു, ഒത്തിരിയേറെ കാര്യങ്ങൾ സാറ് ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഒരു ചെറിയ കാര്യം മാത്രം ഓർക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ UK-യിലേക്ക് വരുന്നതിന് മുമ്പ്
ബഹുമാനായ CF തോമസ് സാറിനോടൊപ്പം പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, അന്നാണ് PSCയുടെ നിയമനം. ഇവിടേക്ക് നമുക്ക് പലരും കടന്നു വരാൻ കാരണം നേഴ്സിംഗ് മേഖലയിലുള്ള ഇവിടെ കിട്ടിയ ഓപ്പണിംഗ് ആണ്. അന്ന് നേഴ്സസായി ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അവസരം ലഭിക്കുന്നു, ഓപ്പണിംഗ് ഉണ്ടാകുന്നു. PSC ടെസ്റ്റ് എഴുതിയ പല നേഴ്സുമാർക്കും സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നു. ആ സമയത്ത് UK ഓപ്പണിംഗ് ഉണ്ടാകുന്നു. പലരും UK പോന്നാൽ സർക്കാർ സർവീസിലെ ജോലി നഷ്ടപ്പെടും. ആശങ്കയായി സർക്കാർ ജോലി പോകണമോ UK പോകണമോ? കാരണം സർവീസിൽ കയറി 5 വർഷത്തിന് ശേഷം മാത്രമേ അന്ന് ലീവ് അനുവദിക്കുകയുള്ളൂ. എന്നാൽ മധ്യ തിരുവിതാംകൂറിലെ പ്രിയപ്പെട്ട നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ MLA മാർ, പാലായിലുള്ള മാണിസാറിൻ്റെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകർ, പലരുടെയും മക്കൾ ഒക്കെ ഈ നിവേദനവുമായി സാറിനെടുത്ത് ചെന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, CF സാറിനെ പെട്ടെന്ന് വിളിക്കുന്നു. CF സാറ് ഇങ്ങനൊരു കാര്യമുണ്ട്, ക്യാബിനറ്റിൽ പ്രത്യേകമായി ഈ വിഷയം റൈസ് ചെയ്യും, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. പ്രത്യേക ക്യാബിനറ്റ് ഈ തീരുമാനത്തിലൂടെ 10 വർഷത്തിന് കഴിഞ്ഞ് 10 വർഷത്തേക്ക് ഉടനെ ജോലിക്ക് കയറുന്ന നേഴ്സുമാർക്ക് 10 വർഷം വരെ ലീവ് അനുവദിച്ചുകൊണ്ട് പ്രത്യേകമായി അന്ന് മന്ത്രിസഭാ തീരുമാനം നടപ്പിലാക്കിയത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഇന്ന് രാവിലെ UK ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ അവർ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഏതാണ്ട് 30ഓളം പുതിയ ഇൻവെസ്റ്റേഴ്സ് എമർജിംഗ് കേരളയുടെ ഭാഗമായി കേരളത്തിലേക്ക് വരുന്നു. അതെല്ലാം സസത്തം കേട്ടതിന് ശേഷം അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് വരണമെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് സൗകര്യങ്ങൾ വേണം. കേരളത്തിലേക്ക് UK നിന്ന് ഡയറക്റ്റായിട്ട് ഒരു ഫ്ലൈറ്റ് ഇല്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി ട്രാൻസ്പോർട്ടിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് UK നിന്ന് യൂറോപ്പിൽ നിന്ന് കൊച്ചിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് നടക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ആലോചിക്കുക. കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് സാക്ഷിയാകാൻ കഴിഞ്ഞു. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ബഹുമാനായ മാണി സാറിനെ സംസാരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.